സർവ വലമുള്ള നിത്യ പിതാവായ ദൈവന്റെ അൻപിനാലേ സർവശക്തനും നിത്യവാനുമായ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ இந்த காலை வேளையிலும் ഈ പ്രഭാതത്തിലും இந்த உபவாச வேளையிலே ഈ ഉപവാസ പ്രാർത്ഥനയില് அருமையான தெய்வத்துடைய பரிசுத்தவான்களோடும் தேவ பிள்ளைகளாய் உங்களோடும் சேர்ந்து ദൈവത്തിൽ വിശുദ്ധരായിരിക്കുന്നവരോടും ദൈവമക്കളായ നിങ്ങളോടും ചേർന്ന് என் ஆண்டவரை ஆராதிக்கவும் എന്റെ ദൈവത്തെ ആരാധിക്കുവാനും அவருடைய வேத வசனங்களை கொண்டு அவருடைய வருகை குறித்து அறிந்து கொள்ளவும் ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് അറിയിക്കുവാനും அவருடைய வருகைக்கென்று ஆயத்தமாகும்படியா இந்த உபவாச நாளிலும் நாம் ஆயத்தமாக ദൈവത്തിന്റെ വരവിനായിട്ട് ഒരുക്കമുള്ളവരായി ഉപവാസ നാളില് ഒരുങ്ങി அதற்கு ஏதுகரமான தேவனுடைய வார்த்தைகளை நமக்கு தந்துள்ள ആയതിന് ഒരുങ്ങുന്നതിനാവശ്യമായ ദൈവവചനം നൽകി തരുവാൻ என் அன்பு தந்தையை நான் அதிகமாக துதிக்கிறேன் சோதரிக்கிறேன். എന്റെ പ്രിയ പിതാവായ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. இந்த வேளையிலே மார்க்கு சுவிசேஷம் 1-ാം அதிகாரம் 15-ാം വചനത്തെ വാസിப்போம். ഈ അവസരത്തിൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുകയാണ്. காலம் நிறைவேறிற்று, தேவனுடைய ராஜ்யம் சமீபமாயிற்று, மனம் திரும்பி சுவிசேஷத்தை விசுவாசியுங்கள் என்றார். മർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കാലം നിറവേറിற்று, കാലം തികഞ്ഞിരിക്കുന്നു, தேவனுடைய ராஜ்யம் സമീപമായിற்று, ദൈവത്തിന്റെ രാജ്യം സമീപമായിരിക്കുന്നു. ஆகையினால் தேவஜனமே, ആയതിനാൽ ദൈവമക്കളെ, ஆண்டவரால் அருளப்பட்ட வேத தீர்க்க தரிசன வசனங்களை விசுவாசிக்கும்படியாக நாம் அழைக்கப்படுகிறோம். കർത്താവായ യേശു ക്രിസ്തുവിനാൽ അരുളി ചെയ്തിട്ടുള്ളതായ ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളെ നാം വിശ്വസിക്കണം. மனம் திரும்புங்கள் என்று ஆண்டவருடைய அழைப்பு வேதாகமத்திலே മാനസാന്തരപ്പെടണമെന്നുള്ളതായ ദൈവത്തിന്റെ ആഹ്വാനം ஆதியாகமம் முதற்கொண்டு அந்த வரைக்குமாக அறிவிக்கப்பட்டு அழைக்கப்படுகிறது. വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ஆதியிலே தேவனாகிய கர்த்தர் ஆதாம் ஏவாளை சிருஷ்டித்து அவர்கள் ஆண்டவரோடு பல ஆண்டு காலங்கள் வாழ்ந்து, ആദിയിൽ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ദൈവം അവരോടുകൂടെ അനവധി നാളുകള് ഒരുമിച്ച് പാർത്തതായി വചനത്തിൽ കാണുന്നുണ്ട്. வாழ்ந்த காலத்திலே அவர்கள் தேவனை விட்டு விலகி போன வேளையிலே, ആ കാലഘട്ടത്തിൽ അവർ ദൈവത്തെ വിട്ട് മാറി ജീവിച്ചതുകൊണ്ട് அவர்கள் மறுபடியும் மனம் திரும்ப வேண்டும் என்று தேவன் எதிர்பார்த்தார். അവർ മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവം പ്രതീക്ഷയോടെ കാത്തിരുന്നു. ஏனென்றால் அவருடைய சாயலிலும் ரூபத்திலும் மகிமையிலும் சிருஷ்டிக்கப்பட்டவன் ஆதாம். ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെതായ മഹത്വത്തിലും തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ആദാം. അവൻ പാപം ചെയ്ത പൊழுது അവകൾ അனைத்துം ഇഴന്നുപോയി നിർവാണിയാനാൻ. പാപം ചെയ്ത നിമിത്തമായി മനുഷ്യൻ അത് മുഴുവൻ നഷ്ടപ്പെടുത്തി നഗ്നനായി തീരുകയാണ്. ആകിനാൽ അവനെ ഉലകത്തിലെ അവനെയും അവനെ സാർന്ന മനുഷ്യരെ ഉണ്ടാക്കിയതിற்காக ദേവൻ അധികമായി വ്യസനപ്പെട്ടാർ. അതുകൊണ്ട് അവനെയും അവനോട് ചേർന്നുള്ളതായ മാനവജാതിയെയും സൃഷ്ടിച്ചതിനാൽ ദൈവം വേദനപ്പെടുന്നുണ്ട്. ആദിയാഗമം 6-ാം അധികാരം 5-6 വചനങ്ങളെ നാം വാസിക്കുന്ന പൊழுது, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ 5-6 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യരുടെ അക്രമം ഭൂമിയിലെ പെരുകിനത് என்றும், ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും, അവൻ ഹൃദയത്തിൽ നിലവിലും തോറ്റമല്ലാന്നിട്ടും പൊല്ലാതവേ എന്ന് കർത്തർ കണ്ടു. അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും കർത്താവ് കണ്ടു. താൻ ഭൂമിയിലെ മനുഷ്യനെ ഉണ്ടാക്കിയതിற்காக കർത്തർ മനസ്താപപ്പെട്ടാർ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിற்கு വ്യസനമായിരുന്നത്, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അത് മുതൽക്കൊണ്ട് മനുഷ്യൻ ഇരിക്ക പോകുന്ന കാലങ്ങൾ 120 വർഷം താനേ. അതുകൊണ്ട് മനുഷ്യന്റെ ആയുഷ്കാലം 120 വർഷമായി. என்னுடைய ஆத்மா இவனோடு என்றைக்கு போராடுகிறது இல்லை, എന്റെ ആത്മാവ് ഇവനോട് നിരന്തരമായി സംവാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ആകെ ഇവൻ മനം തിരുമ്പുവதற்கு ഏതുകരமான കാലത്തെ ആണ്ടവർ എതിർപാർത്താർ. അതുകൊണ്ട് ഇവൻ മാനസാന്തരപ്പെടണമെന്നുള്ളതായ ഒരു ആഗ്രഹം ദൈവത്തിന്റെ മനസ്സിലുണ്ടാകുന്നു. പിൻപ് ആദിപിതാക്കളായ ആബ്രഹാം, ഈസാക്ക്, യാക്കോബை தேவன் കണ്ടடைந்து கொண்டார். ആദ്യ പിതാക്കന്മാരായ അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെയും കർത്താവ് കാണുന്നുണ്ട്. അവരുടെ കാലത്തിലും പലവിധமான കുறைபாടുകളെ ദേവൻ பார்த்தார். അവരുടേതായ ജീവിത കാലഘട്ടത്തിലും പല വിധത്തിലുള്ളതായ ന്യൂനതകളെ ദൈവം കാണുന്നു. യാക്കോബ് എന്നാൽ എത്തൻ എന്നത് പൊരുളായി இருக்கிறது. യാക്കോബ് എന്നാൽ വഞ്ചകനായ ഒരു വ്യക്തിയായി മാറുന്നു. ആയിലും